ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴ തോരും മുമ്പേത്തെ ബാക്കി കഥയൊന്ന് കേട്ട് നോക്കിയാലോ. അങ്ങനെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്നും അലീന അവളുടെ ഇഷ്ടപ്രകാരം മറ്റൊരു വീട്ടിലേക്ക് ജോലിക്കായി പോകുകയായിരുന്നു. പക്ഷെ ബാലചന്ദ്രനാണ് അവളെ കൊണ്ടാക്കാൻ പോയത്. ആ വഴിയിൽ വെച്ച് അവളോട് പറയാണ്, അവളെ കൊണ്ട് ചെന്നാക്കുന്നത് അവളുടെ സ്വന്തം അച്ഛനായ സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലേക്കാണെന്ന് അലീനയോട് പറഞ്ഞ് കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് ആദ്യം സങ്കടം വന്നു. അച്ഛൻ തന്നോട് പറഞ്ഞില്ലല്ലോ എന്നോർത്ത്. പിന്നെ അവൾ അതുമായി പൊരുത്തപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലെത്തിയ അലീനയുടെ ബാക്കി കഥ നമുക്കൊന്ന് കേട്ടാലോ. അങ്ങനെ സ്റ്റാലിൻ ജോസഫിൻ്റെ അച്ഛനെ വിളിച്ചറിയിക്കുകയാണ് അലീന വീട്ടിലെത്തിയ കാര്യം. ഏതോ ഒരു അനാഥ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുണ്ടെന്നും അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയാണ് പണിക്കാർ സ്റ്റാലിൻ ജോസഫിൻ്റെ അച്ഛനെ ഈ വിവരം അറിയിച്ചത്. ഇത് അറിഞ്ഞിട്ട് അദ്ദേഹം സ്റ്റാലിൻ ജോസഫിനെ വിളിക്കുകയാണ്. അദ്ദേഹം ഫോണിൽ സ്റ്റാലിൻ ജോസഫിനെ വിളിച്ച് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു വീട്ടിൽ നിർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അവളെ പറഞ്ഞയക്കണമെന്ന് പറയുന്നു. അത് പറഞ്ഞയക്കാൻ വേണ്ടി താൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. സ്റ്റാലിൻ ജോസഫിൻ്റെ അച്ഛൻ സ്റ്റാലിൻ ജോസഫിനെ വിളിക്കുന്നത് ലാലിച്ചൻ എന്നാണ്. ഇതേ സമയം വൈജയുടെ വീട്ടിൽ വൈജ അലീനയ്ക്ക് കൊടുത്ത സ്വർണത്തിൻ്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് കണ്ട കൃഷ്ണമോൾ ബബിതയോട് പറയുകയാണ്, അമ്മ എന്തോ അടുത്ത പദ്ധതി മനസ്സിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്താണാവോ, നമുക്ക് ചോദിക്കാം എന്ന് ബബിതയോട് പറയുന്നു. അപ്പോൾ ബബിത പറയുന്നു, നീ ചോദിക്കും, ഞാനില്ല എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണമോൾ വൈജയോട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, നിൽക്ക് പൊറുതിയില്ലാതെ, അച്ഛനോടുള്ള അടുത്ത വഴക്കിന് റെഡിയായി നിൽക്കുകയാണോ, അങ്ങനെ ചോദിച്ച് വാങ്ങാൻ പോണ്ട എന്ന് കൃഷ്ണമോൾ വൈജയോട് പറയുന്നു. അങ്ങനെ വൈജ അവരോട് ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ നിങ്ങളോട് ചോദിച്ചിട്ടാണോ അലീനയ്ക്ക് സ്വർണവും പണവും ഡ്രസ്സും ഒക്കെ വാങ്ങി കൊടുത്തതെന്ന് വൈജ അവരോട് ചോദിക്കുന്നു. അല്ല എന്നവർ ഉത്തരം പറയുന്നു. അച്ഛനെ ഇതിലും കൂടുതൽ കൊടുക്കണമായിരുന്നു, അവൾക്ക് കൊടുത്തത് കുറഞ്ഞു പോയി എന്നാണ് തങ്ങൾക്ക് തോന്നിയതെന്ന് കൃഷ്ണമോൾ പറയുന്നു. 10-16 ലക്ഷത്തോളം അവൾക്ക് ചിലവാക്കാൻ അവൾ ഇവിടുത്തെ ആരാണെന്ന് വൈജ ചോദിക്കുന്നു. ഇത് കേട്ടാണ് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ വൈജ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, 10-16 ലക്ഷത്തിൻ്റെ സ്വർണവും പണവും ഡ്രസ്സും എല്ലാം എന്തിനാണ് അവൾക്ക് നൽകിയത്, ഇതൊന്നും താൻ അറിയില്ലെന്ന് ബാലചന്ദ്രൻ വിചാരിച്ചോ എന്ന് വൈജ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്. അതെ, താൻ അലീനയ്ക്ക് അത് നൽകിയിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുന്നു. ഇത് വൈജ അറിയേണ്ട കാര്യമില്ലെന്നും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് ബാലചന്ദ്രൻ വൈജയോട് പറയുന്നു. അവൾക്ക് ഇത്രയൊന്നുമല്ല താൻ കൊടുക്കാനിരുന്നതെന്ന് ബാലചന്ദ്രൻ പറയുന്നു. അവൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ഇതിലും കൂടുതൽ ഒരു 10-30 ലക്ഷത്തോളം അവൾക്ക് നൽകണമായിരുന്നു എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. 6 മാസത്തോളം വീട്ടുജോലിക്ക് നിന്ന് അവൾക്ക് ഇത്രയും രൂപ എന്തിനാണ് നൽകുന്നതെന്ന് വൈജ ചോദിക്കുന്നു. ഇതിനു മുമ്പ് വീട്ടുജോലിക്ക് നിന്നവർക്കൊന്നും ഒരു 100 രൂപ പോലും എക്സ്ട്രാ കൊടുത്തിട്ടില്ല, പിന്നെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകതയോടെ കൊടുക്കാനെന്ന് വൈജ ബാലചന്ദ്രനോട് ചോദിക്കുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, അവർക്കൊക്കെ നീയാണ് കൊടുത്തത്, ഇവൾക്ക് കൊടുക്കുന്നത് താനാണ്, അതാണ് അതിൻ്റെ വ്യത്യാസം എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. ഇതിലും കൂടുതൽ അലീനയ്ക്ക് നൽകണമെന്ന് ബാലചന്ദ്രൻ വിചാരിച്ചിരുന്നെന്നും പക്ഷെ അപ്പോൾ അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ, താനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ബാക്കി വൈജ കൊടുക്കണമെന്നും ബാലചന്ദ്രൻ വൈജയോട് പറയാണ്. അപ്പോൾ വൈജ പറയുന്നത് തൻ്റെ പട്ടി കൊടുക്കും, അത്ര പോലും അലീനയ്ക്ക് അവളൊന്നും കൊടുക്കില്ല എന്ന് പറയുന്നു. പിന്നെ ബാലചന്ദ്രൻ അവളോട് ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതേസമയം സ്റ്റാലിൻ ജോസഫിൻ്റെ അച്ഛൻ അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനായി സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്ക് എത്തുകയാണ്. അദ്ദേഹം അവിടുത്തെ പണിക്കാരോട് ചോദിക്കുകയാണ്, ലാലിച്ചൻ പുതിയ നായ്ക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഇവിടെയുള്ള നായ്ക്കളൊക്കെ തന്നോടുമായി നല്ല കൂട്ടാണ്, ഇനി പുതിയത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് സ്റ്റാലിൻ ജോസഫിൻ്റെ അച്ഛൻ അവരുടെ പണിക്കാരോട് ചോദിക്കുന്നത്. പുതിയതൊന്നും സ്റ്റാലിൻ കൊണ്ടുവന്നിട്ടില്ലെന്നും പകരം ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പണിക്കാർ പറയുന്നു. അങ്ങനെ അദ്ദേഹം ബംഗ്ലാവിലേക്ക് കയറി ചെല്ലുന്നു. ഈ സമയത്ത് സ്റ്റാൻലി ജോസഫ് മദ്യപാനത്തിനായി ഗ്ലാസ്സിൽ മദ്യം ഒഴിക്കുകയായിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ വരൂ നമുക്ക് കഴിക്കാമെന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്. പക്ഷേ നിൻ്റെ ആതിഥ്യം സ്വീകരിക്കാനല്ല താൻ വന്നതെന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ സ്റ്റാൻലിയോട് പറയുന്നു.
സ്റ്റാൻലി ഒന്നുകൂടെ നിർബന്ധിച്ചപ്പോൾ സ്റ്റാൻലിയുടെ അച്ഛനും സ്റ്റാൻലിയും കൂടി മദ്യപാനത്തിനായി ഇരിക്കുന്നു. സ്റ്റാൻലിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, അലീനയെ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്നും. അത് മറ്റുള്ളവർ പറഞ്ഞ് അവർക്കൊരു ചീത്തപ്പേര് വരില്ലേ, കുടുംബത്തെ ബാധിക്കില്ലേ, അതുകൊണ്ട് അലീനയെ താൻ കൊണ്ടുപോയിക്കോളാമെന്നും സ്റ്റാൻലിയുടെ അച്ഛൻ പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, അങ്ങനെ പറഞ്ഞയക്കാനായിരുന്നെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ സ്റ്റാൻലിയുടെ അച്ഛൻ പറയാണ്, തനിക്ക് അവളെ ഒന്ന് കാണണം, അവളെ ആ റൂമിലേക്ക് വിളിക്കുന്നു. അപ്പോൾ സ്റ്റാൻലി പറയാണ്, അവൾ ഈ മദ്യപിക്കുന്ന റൂമിൻ്റെ അടുത്ത് പോലും വരില്ല, അവൾക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, അതുകൊണ്ട് അവൾ വിളിച്ചാൽ വരില്ല എന്നാണ് സ്റ്റാൻലി പറഞ്ഞത്. എന്നാൽ താൻ അവളെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ പറയുന്നു. അവിടെ നിന്നും അവളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്നും സ്റ്റാൻലിയോട് പറയുന്നു. 23 വർഷത്തോളം അനാഥയായി നിന്ന അവൾക്ക് ഇനിയെങ്കിലും നീതി കിട്ടണ്ടേ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണേ. ബാക്കി കഥ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ.